കുഞ്ഞു നുറുങ്ങ് പറയാം അതിൽ കാണോ മിണ്ടിയിട്ടില്ല. അതൊന്നും അറിയില്ല. വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അമ്മോ ഭാര്യമാർക്കും ചെയ്യാവുന്ന ചില നുറുങ്ങുകളാണ്. ഞാനേ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. ചിലരൊക്കെ ചോദിക്കണുണ്ടേ നമ്മുടെ ബീഫ് ഉലർത്തിയത് എന്താ ബ്ലാക്ക് കളറായിട്ട് എടുക്കാത്ത. ഒരു കുഞ്ഞു നുറുങ്ങ് പറയാം. അതായത് ഞങ്ങൾ ചെയ്യണ രീതി നിങ്ങളാരും ചെയ്യാൻ വേണ്ടിയല്ല, ഞാൻ ചെയ്യണ രീതി ഞാൻ പറയുന്നുണ്ടല്ലോ. ബ്രൂവിന്റെ ഒരു പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേ രണ്ടല്ല 3-4 കുപ്പികൾ ഇതിന്റെ ഉണ്ട് കേട്ടോ, ലേഹ്യം മേടിച്ചു. അപ്പൊ ആ കുപ്പിയില് ഓരോ കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെക്കും. അപ്പൊ ഒരു കുപ്പി തീരണ സമയമാകുമ്പോ കഴുകി വേറെ കുപ്പി, ഞാൻ പറഞ്ഞില്ലേ 2-3 ഉണ്ടെന്ന്, അത് കഴുകി ഉണക്കി ഓൾറെഡി ബർത്തിലുണ്ടാവും കിച്ചണില്. അപ്പൊ അതിലൊരു കുപ്പി എടുക്കുക, അതിലേക്ക് പൊട്ടിച്ചതിലേക്ക് ഇടുക. എന്നിട്ട് ഈ ഇടണ ബ്രൂ ഞങ്ങൾ എപ്പോഴും ഫ്രിഡ്ജിന്റെ തട്ടില്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിന്റെ തട്ടില് വെക്കും. കാരണം എന്താന്ന് വെച്ചാൽ കട്ടയായി പോവാതിരിക്കാം. ഇത് കണ്ടോ ഇപ്പോഴും വൃത്തിയായിട്ടിരിക്കണ കുപ്പി ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇത് ചിലപ്പോഴേ അപ്പയ്ക്ക് ബ്രൂവിന് തികയുള്ളൂ. നമ്മളിപ്പോ രാവിലെ ഓരോന്ന് കുടിക്കാൻ എടുത്തല്ലോ, അപ്പൊ ഞാൻ അതിലേക്ക് പിന്നെ ഇട്ട് വെക്കൂല. ഇനി ഇത് കഴുകി ഉണക്കും. അപ്പൊ വേറെ റെഡിയായ കുപ്പി ഉണ്ടാവും. അപ്പൊ അതിലേക്ക് ഇട്ട് ഞങ്ങൾ വെക്കുവാണ് പതിവ്. എന്നിട്ട് ബാലൻസ് കവറിലുള്ളത് അതിലിരിക്കും. ഞങ്ങൾ ചെയ്യണ മെത്തേഡ് പറഞ്ഞെന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ ഇടാ വീണ് കണ്ടോട്ടോ. അതെ ട്രാൻസ്പെറന്റ് ആയിട്ട്. അപ്പൊ കുപ്പികൾ എപ്പോഴും അഴുക്ക് പിടിക്കാതിരിക്കും. അഴുക്കല്ല, ഈ കാപ്പിപ്പൊടിയൊക്കെ എപ്പോഴും കട്ട കുത്തിയിരിക്കും. അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അമ്മോ ചില വീട്ടില് കാപ്പി ഇടുമ്പോ അതിങ്ങനെ. പിന്നെ അതുപോലെ എനിക്ക് ഈ ഞാനിതൊന്നും പറയുമ്പോ ആർക്കും ഒന്നുമായിട്ട് തോന്നണ്ടത് ഈ അടപ്പിലൊന്നും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കരുത്. ഇതൊക്കെ കഴുകി ഉണക്കി വൃത്തിയാക്കി വരും. ഞാൻ വേറൊരു സംഗതി കാണിച്ചു തരാം. അപ്പൊ നമ്മള് എന്നിട്ട് പൊടി എടുക്കുമ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പൂൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു സ്പൂൺ. ഒരെണ്ണം അപ്പയുടെ കാപ്പിക്ക് എടുത്തു. ഇങ്ങനത്തെ സ്പൂണുണ്ട്. ഒരെണ്ണം അവിടെ വെള്ളത്തിൽ ഞാൻ പൊടി നമുക്ക് ഇട്ടേക്കും. അപ്പൊ എപ്പോഴും ഉണങ്ങിയ സ്പൂണും കൊണ്ട് കപ്പിലേക്ക് പൊടി ഇടുക. അപ്പൊ അതിനു വേണ്ടി എപ്പോഴും 2 സ്പൂൺ ഇതിനകത്ത് കിടപ്പുണ്ടാവും. കാരണം ഒന്നെടുത്ത് എപ്പോഴും ചിലപ്പോ കഴുകാൻ വെള്ളത്തിലിട്ടപ്പോ നനഞ്ഞു കിടക്കും. മീൽ സേഫിലാണ്. പിന്നെ ഞങ്ങൾക്ക് സൗകര്യം കുറവായതുകൊണ്ട് മീൽ സേഫിലാണ് ബാക്കിയൊക്കെ സൂക്ഷിച്ചേക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഐസ്ക്രീമും ഗുലാബ് ജാമും ഒക്കെ എടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി അപ്പ 1/2 ഡസൻ മേടിച്ചു വെച്ചേക്കണം. അപ്പൊ 2 ഞാൻ അതിൽ നിസ്കിഞ്ഞെടുത്തു. അപ്പ അറിയാതെ ഷൈൻ സ്റ്റോഴ്സിൽ പോയപ്പോ 2 മേടിച്ച് ആ ബൗളിൽ ഇട്ട് വെച്ചു. 6 അതിൽ കാണോ മിണ്ടിയിട്ടില്ല. അതൊന്നും അറിയില്ല. അടുക്കളയിലെ ചില നുറുങ്ങുകൾ ഭാര്യമാർക്കും ചെയ്യാവുന്ന ചില നുറുങ്ങുകളാണ്. നമ്മള് കൂടെ പോകുമ്പോ നമ്മള് മേടിക്കുക, ആവശ്യമുള്ളത് നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് അവിടെ റീപ്ലേസ്മെന്റ് കേട്ടു. ഇതന്നെ ഈ ചിരട്ട വെച്ചേക്കണേ. ഓ ഇന്ന് ചിരട്ടയിലാണോ നമ്മൾ ചുടണേ? ഇത് എന്നാ ചെയ്യണം? അടിപൊളി. ഇത് ബാലൻസ് ഉള്ളത് ഇത് നമുക്കിപ്പൊ എടുക്കേണ്ടി വരും. അപ്പൊക്ക് ഇത് തികയൂല. ഇത് നമ്മള് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം. ഫ്രിഡ്ജിലാട്ടോ. ഇത് കണ്ടോ, നിങ്ങളൊന്ന് നോക്കാം. ഞാൻ കണ്ടു, ക്ലീനാ. ഇവിടെ മാത്രം ഒരു തരിങ്ങ പൊടി ഇരിപ്പുണ്ട്. അതില് ഇങ്ങനെ എടുത്തപ്പോ എന്തോ മിസ്റ്റേക്ക് പറ്റിയത്. അതപ്പോ അടപ്പും എപ്പോഴും ഈ ഭാഗവും വൃത്തിയായിരിക്കും. അങ്ങനെ ഇരിക്കണം. ചുമ്മാ വൃത്തികേടായിട്ടിരിക്കാൻ പാടില്ല. ഇനി നമുക്ക് നമ്മുടെ പുട്ടിയൂടാ. ഞങ്ങൾ വെച്ചേച്ച് വരാം. ആയിക്കോട്ടെ. നീറ്റൊന്നും അല്ലാത്ത പുളിച്ചൂര് ഞാൻ തിരക്കഴ അടിക്കണ പുളിച്ചൂല് നീളം കുറഞ്ഞു കഴിയുമ്പോ ഇല്ലേ എന്റെ ഇങ്ങനത്തെ ആവശ്യത്തിന് വെച്ച്. കമ്പിച്ചൂലുണ്ട്, പക്ഷെ കമ്പിച്ചൂല് കൊണ്ട് അടിച്ചാൽ മതിയാവൂല, ഒരുപാട് കരികല്ലുണ്ട്. ഇങ്ങനെ തന്നെ നീട്ടി അടിച്ചു കഴിഞ്ഞാൽ കുറെ പൊക്കോളും. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടിക്കുന്ന ഒട്ടും പെർഫെക്റ്റ് ഒന്നും അല്ല. അരികയിലും മൂലയിലും ഒക്കെ കരികലും ഉണ്ടാവും. എന്നാലും ഉമ്മറല്ലേ, ഒരു മെനയിലൊക്കെ കിടന്നില്ലെങ്കിൽ ശരിയാവൂല. അതുകൊണ്ടാ മാവ് നിൽക്കണോണ്ടേ. പിന്നെ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഇത്രയും മരങ്ങളും ചെടികളും നിൽക്കുമ്പോൾ ഇലകൾ വീഴും എന്നുള്ളത് ഇറ്റ് ഇസ് ക്വൈറ്റ് കോമൺ. നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല അതിന്. ഇലകളും ഇത് നിൽക്കണത് കൊണ്ട് ദൂഷ്യം ഉണ്ടെങ്കിലും അതുപോലെ ഗുണമുണ്ട്. വേനൊക്കെ ചൂടിന് ശമനം. അതെ ശമന. പിന്നെ നമുക്ക് അടിക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. അതെ.
വലിയൊരു പണി തന്നെയാണ്. ഒരു ദിവസം ഒരു 3 തവണത്തേക്ക് കൂടുതൽ നമുക്ക് ആ ആ അതിൽ കൂടുതൽ നമുക്ക് അടിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം മിറ്റ ഒരുപാട് ചുറ്റുവട്ടം നമുക്കുണ്ട്. അപ്പോൾ അത് മുഴുവനും ഒരു 2 തവണത്തേക്കാൾ കൂടുതൽ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് പോസിബിൾ പ്രാക്ടിക്കലി. അതെ. ഇനിയിപ്പോ ചെടി നനയ്ക്കേണ്ട കാലഘട്ടമായി. പിന്നെ ചെറുനാരകത്തൈ, ചൈനീസ് ഓറഞ്ച് ഇതിന്റെയൊക്കെ ചൂട്ടിലായിരുന്നത്. ഈ 2 മാത്രം എന്തിനാ ഇങ്ങനെ മാറ്റി വെച്ചേക്കണേ? 2 അല്ല, ഇവിടെ 2 വെച്ച് വെയിലേറെ അടിക്കൂല. അവിടെ ഒന്നും അങ്ങനെ വെയിലേറെ അധികം അടിക്കൂല. ആ മുറ്റത്തിന്റെ പുറത്തില്ലേ 2 സൈഡിൽ 4 കെട്ടി ഇരിപ്പുണ്ട്. എന്ന് നോക്കിക്കേ, അതെന്നാന്നോ ഇവിടെ അതിശക്തമായ വെയില് ബാക്കിയുള്ളിടത്തൊക്കെ. അപ്പൊ ബിഗോണിയക്ക് ഒട്ടും വെയിലടിക്കാൻ പാടില്ല. ഇവിടെയൊക്കെ വെച്ചാ പിന്നെ അത് അവിടെ നിന്നൊക്കെ സൂര്യരശ്മി വരും. അപ്പൊ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കും. ആ നടക്കല്ലിന്റെ പുറത്ത് ഇരിപ്പുണ്ട് പച്ചയും ഒരു ലൈറ്റ് ബ്രൗൺ പോലത്തെ നല്ല ചെടികളാ. അത് കടുത്ത വേനൽ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണതാ. ഇനിയിപ്പൊ എനിക്കൊരു ഇതുണ്ട്, പക്ഷെ ഇവർക്ക് 2 പേർക്കും താല്പര്യമില്ല. പച്ചപ്പ് ഇവര് പറയും പച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ നാച്ചുറാലിറ്റി പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അമാന്തിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഷീറ്റ് പോലത്തെ സാധനം മമ്മിയുടെ അടുത്തിട്ടേക്കണ പോലെ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതല്ല അതിന്റെ അടിയിൽ വെക്കാം. കുറെ ബിഗോണി ഇല്ലേ നമുക്ക്. അതങ്ങനെ ഇതൊന്ന് പിടിച്ചേ. എത്ര വർഷത്തെ ഓർമ്മകളാണെന്നറിയോ? UKG 1ാം ക്ലാസ്സാണ്. സ്കൂളിൽ ചെടി നടന്ന ഒരു ദിവസം അവിടുന്ന് ബാലൻസ് കിടന്നു കൊണ്ട് തന്നു. നീ തന്നെ നട്ടതാ. പല സ്ഥലത്തും കൊമ്പുകൾ കുത്തിയപ്പോ പല സ്ഥലത്തും ആയി. അതെ, ഒരുപാട് പേര് ഇവിടുന്ന് കൊണ്ടുപോയി. ഞങ്ങൾ ഇതിന് പൂച്ചവാലൻ എന്നാ പറയാ. നിങ്ങളൊക്കെ എന്താ പറയണേന്ന് പറയാട്ടോ. അമ്മയുടെ പതിവ് ചെടി തന്നെ നടക്കുകയാണ്. അപ്പ ഇടയ്ക്ക് ഇലയൊക്കെ ഇവിടെ വന്ന് നോക്കാറുണ്ട്. ഇവിടെ നടക്കുമ്പോ മുട്ടാൻ പാടില്ല. അടിയിൽ പാമ്പ് കയറും. ഞാൻ പറഞ്ഞു പാമ്പൊന്നും കയറൂല, ഞാൻ പടർത്തി വെച്ചേക്കണം. ആ നടക്കലിന്റെ അപ്പുറം നോക്കി ബിഗോണികള് കാണണമെങ്കിൽ ഇരിപ്പുണ്ട്. നന കഴിഞ്ഞു ഓൾറെഡി. പക്ഷെ താഴെ കൊറേ ഇരിപ്പുണ്ടല്ലോ. 2 വശത്ത് 2 കുറേയല്ല. ഇവിടെ ഉണ്ട് 2 കെട്ടി ബിഗോണിയ കളക്ഷൻസ്. സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഓർക്കുവാ. ഇവിടെ ഇല്ലേ നോക്കിക്കേ, ചക്കപ്പം ചുടണ ഇടനേടെ ചോട്ടിൽ ഇവിടത്തെ പുല്ല് കംപ്ലീറ്റ് അപ്പേനെ കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞോള് വരുമ്പോഴോ കളയിച്ച് വെച്ച് അവിടെ അങ്ങ് റൗണ്ടാക്കി വെക്കാം. അപ്പൊ ഇതിന്റെ ഷെയ്ഡും കിട്ടും. ഷെയ്ഡ് കിട്ടും. അപ്പൊ വെയിലടിക്കൂല. ഇതിന്റെ ഷെയ്ഡ് കിട്ടും. ഇവിടെ വെച്ചാ സുഖ, വെള്ളം ഒഴിക്കാനും സുഖ. പിന്നെ അടുത്ത വേനൽ മാറുമ്പോ വെക്കേണ്ട ഓർഡറിലെല്ലാം വെക്കാം. ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ചാൽ ഇത് ഒരു ദിവസം കൊണ്ട് കരിഞ്ഞു പോകും. അതാ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇറക്കി വെച്ചേക്കണം. ശരി, അപ്പൊ ഒരു പണിയുടെ പണിയാവണം. ബീഫ് അടുപ്പത്തേ കയറി. അടുപ്പത്ത് വെച്ച മല്ലിപ്പൊടി ഇതിന്നേ ചാറല്ലോ ചിലപ്പോ ഉണ്ടാകണമെന്ന് വൈകിട്ട് നമുക്ക് തോന്നിയാ ചിലപ്പോഴേ അങ്ങനെ തോന്നുള്ളൂ. തോന്നുവാണെങ്കിൽ മുളക് പൊടി നമ്മുടെ ടേസ്റ്റിന് പുലർത്താൻ നേരത്ത് കൂടുതൽ ചേർക്കണതാ. മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഉള്ളി 2 തരം ഉള്ളിയും ഇച്ചിരി ഇഞ്ചിയും കൂടെ ചതച്ചുകൂടെ 2-3 തരി കുരുമുളകും ചതച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൂടാതെ മീറ്റ് മസാല. മീറ്റ് മസാല അതൊക്കെ നമ്മുടെ ടേസ്റ്റിന്, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. ചാറ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഇറച്ചി എടുത്തേച്ച് അതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഇച്ചിരി മസാലയൊക്കെ ചേർത്ത് ടൊമാറ്റോയൊക്കെ അരിഞ്ഞിട്ട് പൊട്ടറ്റൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറുമ പോലെ ആയി കിട്ടും കേട്ടോ. അത് വേണമെന്നുള്ളവർക്ക് വേവിച്ചതിന് ശേഷം. ഓക്കെ, ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ബീഫിലേക്ക് ചേർക്കാൻ പോവാണ്. ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ബീഫാട്ടോ. അല്ല, ഉപ്പ് പുരട്ടിയില്ല, ഉപ്പ് പെരട്ടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. അത് ശരി, കാണിക്കാം. ഉപ്പും കൂടെ ഇട്ടേച്ചേ ഇത് സ്പൂൺ കൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ ശരിയാവും. ഇച്ചിരി വെള്ളം ഇത് കഴുകി ഒഴിക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സിങ് നടത്താം. അതെ, നല്ല ശരിയാവുള്ളൂ. അതുകൊണ്ടാണ്
ഞങ്ങളിപ്പോൾ ഉലർത്താൻ പാകത്തിനാട്ടോ ചെയ്യണത്. നെയ്യുള്ളത് കൊണ്ട് അധികം വെള്ളം വേണ്ടി വരില്ല വേവാൻ. നെയ്യുള്ള ഇറച്ചി കാണിച്ചു തരാം. നീറ്റാക്കിയ കൈ ഇത് വേവിക്കുമ്പോൾ പൊട്ടറ്റോ ഇടണില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറായിട്ട് നമ്മൾ ഉദ്ദേശിക്കണില്ല. ഇതിപ്പോ നമുക്ക് വേണമെന്ന് തോന്നിയാൽ തിങ്കളാഴ്ച വൈകിട്ടത്തേക്ക് വേണമെന്ന് തോന്നിയാൽ അതിലേക്ക് ഞാൻ അന്നേരം കാണിക്കാൻ എന്നാ ചെയ്യണേന്നുള്ളത്. അത് നമ്മൾ നേരത്തേക്ക് ചെയ്തിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചാറാക്കണ വിധം. ഇപ്പൊ കുറെ നാളുകളായിട്ട് ഇറച്ചി ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇറച്ചിയുടെ റെസിപ്പികൾ കാണാത്ത. പലരും നിങ്ങൾക്ക് മീൻ മാത്രം ഉള്ളോ എന്നൊക്കെ ചോദിക്കാറില്ല. ഞാനതിന് റിപ്ലൈ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മീറ്റ് റെസിപ്പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏതൊക്കെ മീറ്റാ ഞങ്ങൾ ചെയ്തേക്കണം എന്നുള്ളത് കാണാൻ പറ്റും. അപ്പൊ അതിൽ വെച്ചു 9 ദിവസമാണ്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വേവിക്കാം കേട്ടോ. വെന്തതിന് ശേഷം കാണിക്കാം. ഓക്കെ. പകുതി വേവായിട്ടോ. ശരിയാ, കയ്യിലിടുമ്പോ തന്നെ അറിയാം. ഓൺ ചെയ്ത് വേവിക്കാതായി. വേവട്ടെ. അവിടെ സിമ്മിലിട്ട് വേവിക്കാം. ഞങ്ങൾ വേവ് എങ്ങനെയുണ്ടെന്ന് അറിയാമെന്ന് തുറന്ന് നോക്കിയതാ. അതെ 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 അതെ. മീനൊക്കെ മേടിക്കാനുണ്ട്. അപ്പൊ ഞാനും കൂടി പോവാണ്. ഞാനേ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. അതായത് മിസ്റ്റേക്കും പറയാൻ പറ്റില്ല. അതായത് ഇത് വേവിച്ച് കഴിഞ്ഞപ്പോ കാര്യം നെയ് പോർഷനുള്ള പീസ് തന്നെയാ കൊണ്ടുവന്നത്. നിങ്ങൾ കണ്ടല്ലോ നുറുക്കിയപ്പോ. പക്ഷെ അത് ഇതിന് ഭയങ്കര കടുപ്പ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഒരു പൊട്ടറ്റോയും ഒരു സവോള, കുഞ്ഞു സവോളയും കൂടെ അതിലേക്ക് ചേർത്തങ്ങ് വേവിച്ചു. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. ഇപ്പൊ ഞങ്ങള് ടേസ്റ്റ് ഇതൊന്നും നോക്കിയില്ല. അതെ ഇങ്ങനെ കിള്ളിപ്പോയിട്ടുണ്ട്. സംഗതി വെന്തു സോഫ്റ്റ് ആയി. പക്ഷെ ഇറച്ചിക്ക് ഇച്ചിരി കടുപ്പുണ്ട്. നമ്മള് പതിവ് മേടിക്കുന്ന സ്ഥലത്ത് നല്ലാട്ടോ മേടിച്ചത്. പിന്നെ സൗകര്യാർത്ഥം അങ്ങനെ പള്ളി കഴിഞ്ഞ് പോന്നപ്പോ മേടിച്ചെന്നേ ഉള്ളു. അപ്പൊ ഇനി ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പൊ നിങ്ങളോട് വിവരം പറഞ്ഞതാ പൊട്ടറ്റോയും സവോളയൊന്നും ചേർക്കണില്ല എന്ന് പറഞ്ഞു. ഞാനത് ചേർത്തത് കൊണ്ട് വിവരം ഷെയർ ചെയ്തേ ഉള്ളു. ഇനിയിപ്പൊ തവ ചൂടാക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഇത് ഉലർത്തി വെക്കുക. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും കൂടെ ഫിഷ് മാർക്കറ്റിൽ പോയി വെളാമീൻ മേടിച്ചിട്ടുണ്ട്. ാണോ? അതിന് ഞാൻ 5-8 പീസ് വറക്കാൻ എടുക്കും. പിന്നെ അത് ചുമ്മാ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ബാക്കിയുള്ളത് വേവിച്ച് വെക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. ഇച്ചിരി വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തീരെ റഫായിട്ടിരിക്കും. ചിലപ്പോൾ കടുപ്പമുണ്ട്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, അരിഞ്ഞപ്പോ നുറുക്കിയപ്പോ നല്ല ഇതുപോലെയൊക്കെ ഇരുന്നത്. പക്ഷെ മാർദ്ദവം കുറവാ അല്ലേ. വെളുത്തുള്ളി, ചുമന്നുള്ളി, കുരുമുളക് കേട്ടോ ചതച്ചു വെച്ചേക്കണം. അതിൽ ചേർക്കാം. 2 തരം ഉള്ളിയും കുരുമുളകൊക്കെ നമ്മുടെ ആവശ്യത്തിന് കേട്ടോ. കുരുമുളക് ശരിക്കും ചതച്ചിടുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ്. പൊടിയായിട്ട് ഇടുന്നതിലും ടേസ്റ്റ് ചതച്ച് തന്നെ ഇടുന്നതാണ്. ചതക്കണതിന് രുചി കൂടുതൽ. അതെ, പൊട്ടിക്കിടക്കണം അതില്. അതെ അതെ അതെ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. എനിക്ക് ഇതിന്റെ മണം കൊണ്ട് എനിക്ക് തോന്നി ഇച്ചിരി മസാലയുടെ കുറവുണ്ടോ എന്ന് തോന്നി. അതുകൊണ്ട് നമുക്ക് ഉലർത്തുമ്പോൾ എരിവും മുളക് പൊടിയുടെ കൂടെ സ്വല്പം മീറ്റ് മസാലയും കൂടെ ഇട്ടേക്കാം കേട്ടോ. ഇച്ചിരി കുറവായിട്ട് എനിക്ക് തോന്നി. ഉള്ളി മൂത്ത് വരട്ടെ കേട്ടോ. കാണിക്കാതെ എരിവ് മുളക് പൊടി കേട്ടോ. എരിവ് മുളക് പൊടി ഇച്ചിരി മസാലയുടെ കുറവുണ്ട്. ഇച്ചിരി മസാല ഞാനത് അതിലങ്ങനെ വെച്ചേക്കണത്. ഇച്ചിരി മസാലയും കൂടെ അതിൽ ഇട്ടേച്ച് വെളിച്ചെണ്ണയിലേക്ക് ചേർക്കാൻ. ഇച്ചിരി ഒരു മസാലയ്ക്ക് കുറവുണ്ട്. പറ്റിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിലും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ കുറവെന്ന് തോന്നി ഇങ്ങനെ മൂപ്പിക്കുമ്പോൾ ചേർത്തച്ചാൽ മതി. ഒരു വിഷയമില്ല. ഇനി ഇടേണ്ട സമയമായി.
കിടക്കുന്നുണ്ടാവാം. ചിലരൊക്കെ ചോദിക്കണുണ്ടേ നമ്മുടെ ബീഫ് ഉലർത്തിയത് എന്താ ബ്ലാക്ക് കളറായിട്ട് എടുക്കാത്തേന്ന്. നമുക്ക് ഡീപ് ഫ്രൈ ആയിട്ട് എടുക്കുന്നതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ബ്ലാക്ക് പോലെ ഇങ്ങനെ എണ്ണയിലിട്ട് മൊരിച്ച് ഇളക്കി അങ്ങനെ എടുക്കുവാണെങ്കിൽ കടും ബ്ലാക്ക് കളറായി വരും. ഇങ്ങനെ ഇച്ചിരി ഇതുപോലെ പെരണം പോലെ ഇരിക്കുന്നത് താല്പര്യം ആയതുകൊണ്ടാണ് ബ്ലാക്ക് ആക്കി എടുക്കാതെ കേട്ടോ. എടുക്കുന്നതിൽ വരട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടും. അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. ഓരോ വീടുകളിലും ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായി കഴിഞ്ഞാൽ കറമുറുന്നിരിക്കും എപ്പോഴും പറയും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പെരണ്ടിരിക്കണം ഇങ്ങനെ എടുക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ കലക്കൻ ബീഫ് ഉലർത്ത് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ. കണ്ടോ, നല്ല പെരണ്ടിരിക്കുന്ന കണ്ടോ. ഇത് കണ്ടിട്ട് എന്തിൻ്റെ കൂടെ കഴിക്കാനാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. അതെയോ വെറുതെ സവാള അരിഞ്ഞിട്ടിട്ട് ചുമ്മാ കഴിക്കാനാണ് ഇഷ്ടമെന്ന് പറയണേ. അങ്ങനെ നമ്മുടെ ബീഫ് ലഞ്ചിനൊക്കെ നമ്മൾ കഴിച്ചു കേട്ടോ. ബാലൻസ് ഇരിക്കുന്നതാണ്. അതൊന്ന് ചൂടാക്കി വെക്കുവാണ്. അപ്പോൾ ഇന്ന് പൊറോട്ട കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ എന്നാ ബീഫ് കഴിച്ചോളാം. അല്ലെങ്കിൽ നാളെയാണോ എനിക്ക് തരാൻ വെച്ചിരിക്കുന്നത്? എന്നാ നാളെ കഴിക്കാം. മട്ടൻ കുറുമ നാളെ മധുരയില്ലാത്ത വട്ടയപ്പത്തിന്റെ കൂടെ ബീഫ് റോസ്റ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. 1 kg ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമ്മുടെ കഴിപ്പ് കഴിഞ്ഞതാട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇരിക്കണതാണ്. ഇത് നാളെ എടുക്കും. ഓക്കെ, മട്ടൻ കുറുമയുണ്ട് വൈകിട്ടത്തേക്ക്. അതെ, ഇതിപ്പോ ഉച്ചയ്ക്ക് കഴിച്ചതിന്റെ കുറച്ച് ബാക്കി ഇരിക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇറ്റ്സ് വെരി യമ്മി. ഡ്രൈ ആക്കണം എന്നുള്ളവർക്ക് നന്നായിട്ട് വരട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആയി കിട്ടും. പക്ഷെ നമുക്ക് ഈ ഒരു ഇച്ചിരി പെരണ്ടൊക്കെ ഇരിക്കണതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്രയും പെരണ്ടിട്ടില്ല, കുറച്ച് ഡ്രൈ ആണ്. നെയ്യ് കുറവാണ്, അതുകൊണ്ട് അപ്പയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അപ്പയ്ക്ക് ഇച്ചിരി നെയ്യൊക്കെ ഉള്ളതാ ഇഷ്ടം. ഓക്കെ, തണുത്ത് കഴിഞ്ഞിട്ട് പാത്രത്തിലാക്കി വെക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇച്ചിരി എനിക്ക് ഡ്രൈ ആക്കി തന്നു. പക്ഷെ ഞാൻ കഴിച്ചത് പെറോട്ടയോട് കൂടിയാണ്. നല്ല കിഡു ടേസ്റ്റായിരുന്നു. പെറോട്ടയും ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് അല്ലേ. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അപ്പയ്ക്ക് ചാറുള്ള കറിയാണ് കേട്ടോ ഇഷ്ടം. അമ്മയ്ക്കും അതേന്ന് തോന്നുന്നു, ചാറുള്ളതാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് ഏതായാലും എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഡ്രൈ ആണ്. അപ്പോൾ എൻ്റെ ഇഷ്ടം ഉള്ളവരുണ്ടെങ്കിലും അപ്പയുടെ അമ്മയുടെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കഴിഞ്ഞ നെക്സ്റ്റ് ഡേയിലും അമ്മ എനിക്ക് നമ്മുടെ മധുരമില്ലാത്ത വട്ടയപ്പത്തിൻ്റെ കൂടെയും ബീഫ് ഉലർത്ത് തന്നു കേട്ടോ രാവിലെ കഴിക്കാനായിട്ട്. അതും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. ഇതിൻ്റെ ആ ഒരു രുചി നന്നായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രയും കൂടി ചാറുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്ന ബീഫും ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയായിരുന്നു അത്. അതുപോലെ തലേദിവസം നല്ലൊരു ഡിന്നറും നല്ലൊരു ലഞ്ചും ബീഫ് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ടു ബീഫ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.